ഗൈസ്, വെൽക്കം ബാക്ക് ടു ത്രെഡ് ആൻഡ് ടംബിൾ. അപ്പൊ ഇന്ന് കസിനുമായിട്ടുള്ള ഫസ്റ്റ് യാത്രയാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ബിഗ് തംസ് അപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇവർക്ക് ഞങ്ങൾ ഫസ്റ്റ് കാണിച്ചു കൊടുക്കുന്നത് ഒരു റിവർ ആണ്. ആ റിവറിന്റെ പേരാണ് മഡ്ലോക്ക് റിവർ. റിവർ എന്ന് പറയുമ്പോ നിങ്ങള് നല്ല വലിയ റിവർ ആയിട്ടൊന്നും കണക്ക് കൂട്ടണ്ട കേട്ടോ. ഇത് നമ്മളെ നാട്ടിലെ തോടിന്റെ അത്ര ഉള്ളൂ. ഈ ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു ത്രെഡ് ആൻഡ് ടംബിൾ. അപ്പോ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്യുക. റിവറിലേക്കുള്ള വഴി മരങ്ങൾ തിങ്ങിയ ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ കാട്ടിൽ നടക്കുന്ന ഒരു ഫീല് കിട്ടും. മരങ്ങൾ ചുറ്റോറായോണ്ട് സൺലൈറ്റ് അത്ര അല്ലായിരുന്നു. എന്നാലും ചില സ്ഥലത്ത് ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മഡ്ലോക്ക് റിവർ. റിവറിൽ ഞങ്ങള് എടുത്ത വീഡിയോസ് ഒന്നും കാണാനില്ല. ക്യാമറയിൽ എടുത്ത വീഡിയോസ് ഒക്കെ പോയിട്ടുണ്ട്. ഇത് ഫോണിലെടുത്ത കുറച്ച് വീഡിയോസ് ആണ്. വീഡിയോസും ഫോട്ടോസും. റിവർക്ക് ഞാൻ ഇതിന്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വെള്ളത്തിലിറങ്ങി കളിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് മഴ ആയതുകൊണ്ട് വെള്ളം ഒഴുക്ക് കൂടിയതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. മടക്കി യാത്ര നല്ല ഫണ്ണായ വഴി കൂടിയായിരുന്നു. കുറെ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു മേലൊക്കെ കയറാന്. ഈ യാത്ര ഞങ്ങൾ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. ഇവിടെ വന്നിട്ടേ ഈ യുകെയില് വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ക്ലൗഡ്സ് നല്ല അടിപൊളി ഷേപ്ഡ് ആയിട്ടാണ് ഓര് നിൽക്കല്. അതെന്താന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല ഇഷ്ടാണ്. ഈ സൺസെറ്റിന്റെ വ്യൂ ഒന്ന് നോക്കി. ആ മേഘവും മരങ്ങളും. ഞങ്ങൾ ഈ യാത്ര നല്ലോണം എൻജോയ് ചെയ്തു. നല്ല അഡ്വഞ്ചർ ആയിരുന്നു. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ എപ്പോ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. മഡ്ലോക്ക് റിവർക്കുള്ള വഴിയും റിവറും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടപ്പോ കസിനോട് കുറെ ആൾക്കാര് നിങ്ങൾ നാട്ടിക്കാ പോയത് അതോ യുകെക്കാന്ന് പോയതാന്ന് ചോദിച്ചു. നമ്മളിവിടെ മാഞ്ചസ്റ്ററിൽ തന്നെയാണ് കേട്ടോ. ഇത്തിഹാദ് സ്റ്റേഡിയത്തിന്റെ അടുത്താണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.